ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ഓൾറെഡി ശതമാനത്തിൻ്റെ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മളവിടെ പഠിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇനി എന്തെല്ലാം ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ചോദ്യം, നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചുവെങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് പരിചയപ്പെടാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് +or-a +or-b +or-a ഇൻറ്റു b ഡിവൈഡഡ് ബൈ 100 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എപ്പോഴെല്ലാമാണ് പ്ലസ് ചൂസ് ചെയ്യേണ്ടത്, എപ്പോഴെല്ലാമാണ് മൈനസ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യനെ തന്നെ 20% കൂട്ടുന്നു, അതിനെ തന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ 10% കുറയ്ക്കുന്നു. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ രണ്ട് സംഖ്യകൾ നമ്മളെ കയ്യിൽ എടുത്തിട്ട് ഒരു സംഖ്യനെ 20% കൂട്ടി മറ്റൊരു സംഖ്യനെ എന്ത് ചെയ്തു, ഇത്ര ശതമാനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണ്? ഒരു സംഖ്യനെ തന്നെ ഇത്ര ശതമാനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി എപ്പോഴെല്ലാമാണ് പ്ലസും മൈനസും നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലസ് മൈനസ് ചൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൂടെ ചോദ്യം കണ്ടില്ല, 20% കൂട്ടി, അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? പ്ലസ് ചൂസ് ചെയ്യണം. ഇനി കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? മൈനസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. കൂട്ടുകയാണെങ്കിൽ നമ്മൾ പ്ലസ് യൂസ് ചെയ്യും, കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്നത് കൂട്ടുകയാണെന്ന് വിചാരിക്കാം, എ എന്ന് പറയുന്നത് ഇത്ര ശതമാനം കൂട്ടുക എന്നാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കില്ലേ? അതേ സമയത്ത് ബി ഞാനിവിടെ കുറയ്ക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവായി എടുക്കില്ലേ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മൈനസ് ആണ്. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും എന്താണ്? പോസിറ്റീവാന്ന് വിചാരിക്കാം, രണ്ടും കൂട്ടുകയെന്ന് വിചാരിക്കാം. ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലും രണ്ടും കുറയ്ക്കുകയാണെങ്കിലും എന്താണ്? ഈ ഒരു ഭാഗത്ത് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം തന്നെ, പോസിറ്റീവും ചെയ്താൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് കിട്ടുക? നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പോർഷനിൽ, ഞാൻ ഈ വട്ടം ഇടുന്ന ഈ ഒരു പോർഷനിൽ ആ ഒരു പ്ലസും മൈനസും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കിവിടെ ഒന്ന് മാറ്റി എഴുതാം. +or-a +or-b +or-ab ബൈ 100 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ആദ്യം നോക്കുക, ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ചു. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്റെ സ്ഥാനത്ത് എത്ര ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്? +20 എന്നാണ് എഴുതേണ്ടത്, അതായത് 20 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് പറയുന്നുണ്ട് ശേഷം 10% കുറച്ചു. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് 10 എന്നാണ് കൊടുക്കേണ്ടത്. +10 ആണോ -10 ആണോ? കുറച്ചു എന്നാണ് പറയുന്നത്, അപ്പോൾ -10 എന്നാണ് വരിക. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കി എയും ബിയും ഗുണിക്കുകയാണ് വേണ്ടത്. പോസിറ്റീവും നെഗറ്റീവുമാണ്, അപ്പോൾ നമുക്ക് ഇവിടെ വരേണ്ടത് മൈനസ് ആണ്. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 10 ആണ്, ഡിവൈഡഡ് ബൈ 100 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 20 കുറയ്ക്കണം 10 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 10 കിട്ടി. മൈനസ് 20 ഇൻറ്റു 10, ഈ ഒരു പോർഷൻ എന്തായിട്ട് മാറും? 200 എന്നായിട്ട് മാറും. ഇത് ഇത്രയും നമുക്ക് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അപ്പോൾ -2 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 8% ഒരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. 8% ഒരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ശതമാനം, എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു കാര്യം കൂടെ നോക്കുക, നമുക്ക് ഈ ഒരു ഫൈനലായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയല്ലേ? പോസിറ്റീവ് സംഖ്യയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ കൈവശമുള്ള ആ സംഖ്യയ്ക്ക് കൂടുതലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ചില പ്രൊഡക്റ്റിൻ്റെ എന്താണ്, ആദ്യം അതിൻ്റെ വില ഇത്ര കൂട്ടി പിന്നെ ഇത്ര കുറച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ലാഭമാണോ നഷ്ടമാണോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ വരും. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് അവസാനം കിട്ടുന്ന പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ അവിടെ എന്താണ്? വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ എന്താണ്? കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആ സംഖ്യയേക്കാൾ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് കൃത്യമായിട്ടൊന്നും കൂടെ പറയാം. നമുക്ക് ഈ ഒരു ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഞാനിവിടെ ഈ ഒരു ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഇക്വേഷൻ ഒക്കെ മറന്നിരിക്കുകയാണ്. ഞാൻ 100 എടുക്കുകയാണ്. 100 എന്ന് പറയുന്ന നമ്പർ എടുത്തിരിക്കുന്നു. ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. കാരണം നമ്മൾ ശതമാനം പറയുന്നത് എപ്പോഴും 100-ലാണ്. അപ്പോൾ 100% ഞാൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? 20% വർദ്ധിപ്പിച്ചു അല്ലെ? 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ വില എന്തായി? 100 20% കൂടെ കൂട്ടി. 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. 20% എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പൊ 100 + 20 ഇപ്പൊ 120 ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? 10% കുറച്ചു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്തു? 10% കുറച്ചു. എന്തിനെ കുറച്ചു? ഈ 120നെ അതിന്റെ 10% കുറച്ചു. 120ന്റെ 10% അവസാനത്തെ പൂജ്യത്തിന്റെ പിറകിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ 120നോട് 12 അല്ലേ 10%? അപ്പൊ 12 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 108 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ഇപ്പത്തെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 108 ആണ്. അപ്പൊ നോക്ക്, എത്രേന്റെ വ്യത്യാസമാണ്? 8ന്റെ വ്യത്യാസമാണ്. ശതമാനത്തിൽ പറഞ്ഞാൽ 8% വ്യത്യാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവസാനം കിട്ടിയിരുന്നത് എന്താണ്? പോസിറ്റീവ് 8 ആണ്. അതിനർത്ഥം എന്താണ്? ഈ അവസാനം കിട്ടുന്ന ഈ വാല്യൂ നമ്മുടെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന 100 ആണ്. അതിനേക്കാൾ വലിയ നമ്പറാണ് കിട്ടിയത്. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ അവസാനം കിട്ടുന്ന ഒരു നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? നെഗറ്റീവ് 8 എന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ഈ 100നേക്കാൾ കുറവുള്ള, അതായത് 92 ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുക. ഇവിടെ ഈ ചോദ്യപ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് 8 ആണ്. അതായത് 100നേക്കാൾ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എത്ര ശതമാനത്തിന്റെ വ്യത്യാസമെന്ന. അത് എത്ര ശതമാനത്തിനാണ്? ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 8. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പറയും പോലെ 100 എടുത്തുകൊണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കുക. ടിവിയുടെ വില 20% വർദ്ധിപ്പിച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു. എങ്കിൽ ടിവിയുടെ വിലയിൽ എത്ര ശതമാനത്തിന് വ്യത്യാസം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ടിവിയുടെ വില എന്നാണ്. അപ്പോൾ ഒറ്റൊരു പ്രൊഡക്റ്റേ ഉള്ളൂ. ആ പ്രൊഡക്റ്റിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? 20% കൂട്ടുന്നത്. അതേപോലെ തന്നെ അതേ ടിവിനെ തന്നെയാണ് പിന്നെ 10% വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ, ഒറ്റൊരു പ്രൊഡക്റ്റേ ഉള്ളൂ. ആ കേസിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മുടെ ഇക്വേഷൻ എന്താണ്? +or-a +or-b +or-ab/100. ഇവിടെ നമ്മുടെ കേസിൽ ആദ്യത്തെ കേസിൽ എന്താണ്? വില 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ 20 എന്ന് എടുക്കാം. അതിനുശേഷം ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു. അപ്പോൾ ബിന്റെ വാല്യൂ പോസിറ്റീവാണ്. പ്ലസ് എന്താണ്? നമുക്കിവിടെ 10 എന്ന് എടുക്കാം. എ ഇൻറ്റു ബി പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെയും 10 എന്ന് എടുക്കാം. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 20 × 10 ആണ്. /100. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 20 + 10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 30 കിട്ടും. 30 + 20 × 10 നമുക്ക് ഈ ഒരു പോർഷൻ 20 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 കിട്ടും. /100 എന്ന് വരും. അതായത് നമുക്കിവിടെ 30 + 2 വരും. നമുക്കവിടെ 32 എന്ന് വരും. അതിനർത്ഥം എന്താണ്? പോസിറ്റീവ് 32 ലഭിച്ചിരിക്കുന്നത്. 32% വർധനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടിവിയുടെ വിലയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം എന്നാണ്. അവ കൃത്യമായിട്ട് ഇവിടെ ശതമാനം കിട്ടിക്കഴിഞ്ഞു. 32% വ്യത്യാസമാണ്. അതേപോലെ തന്നെ എന്താണ്? പോസിറ്റീവ് 32 കിട്ടിയത്. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, 32% വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന 100 എടുത്ത് പോയാലും നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് 100 എടുക്കുകയാണ്. ഞാനിവിടെ ടിവിയുടെ വില 100 ആയിട്ട് എടുത്തു. 20% വർദ്ധിച്ചു എന്നാണ് ഒന്നാമത്തെ കേസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 120 ആയിട്ട് ഇപ്പം മാറി. 100ന്റെ 10% 10 ആണ്. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 120 ആയിട്ട് മാറി. പിന്നെ പറയുന്നത് എന്താണ്? 10% പിന്നെയും വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 120ന്റെ 10% എടുക്കണം. 120ന്റെ 10% എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 132 എന്ന് കിട്ടും. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇനി നമ്മളിപ്പോൾ ഉപയോഗിച്ച ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിപ്പിക്കുകയും വീതി എന്താണ്? 10% വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിപ്പിച്ചു. പിന്നെ എന്താണ്? വീതി 10% വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട്? നേരത്തെ ഉണ്ടായതിനേക്കാൾ ഇപ്പോൾ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം സംഭവിക്കും? അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ a +or-b +or-ab/100 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ കേസിൽ എന്താണ്? നീളം 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്റെ സ്ഥാനത്ത് 20 എന്നാണ് വരേണ്ടത്. അടുത്ത് എന്താണ് പറയുന്നത്? വീതി 10% വർദ്ധിപ്പിച്ചു എന്നാണ്. അപ്പോൾ +b എന്നാണ് വരേണ്ടത്. +10 എന്നാണ് വരേണ്ടത്. +10 എന്നാണ് വരേണ്ടത്. രണ്ടും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കുക. 20 × 10 ആണ്. 20 × 10 /100 എന്ന് വരും.
അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ ഫൈനൽ എന്ത് കിട്ടും? 20 + 10 30 പിന്നെ 200/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30+2 32% വർധനമാണ്, അല്ലെങ്കിൽ 32% വ്യത്യാസമാണ് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെയുള്ള വിസ്തീർണത്തെക്കാൾ, ഇവിടെ നമുക്ക് പോസിറ്റീവ് 32 കിട്ടുന്നത്. അപ്പോൾ നേരത്തെയുള്ള വിസ്തീർണത്തെക്കാൾ 32% വർധനവുള്ള ഒരു ചതുരമാണ് നമുക്കിവിടെ ലഭിക്കുക. അതിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന വർധനവ് അത്രയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഈ ഒരു ടൈപ്പ് ചോദ്യത്തിലും ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എന്നാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്തിയത്. ഇനി ഇതേ ചോദ്യം തന്നെ നമുക്ക് 100 ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. 100 ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഒരു ചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? നീളമുണ്ട്, അതേപോലെ തന്നെ വീതിയുമുണ്ട്. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ്, അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ്. ഞാനിവിടെ നീളം 100 എടുത്തു, അതേപോലെ തന്നെ വീതിയും ഞാൻ എന്തായിട്ട് എടുത്തു? 100 എടുത്തു. ഇപ്പോൾ ഇത് സമചതുരമായിട്ട് വന്നിട്ടുണ്ട്, അതും പ്രോബ്ലം ഒന്നുമില്ല, രണ്ടും 100 അങ്ങോട്ട് എടുത്തു. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഒരു ചതുരത്തിൻ്റെ നീളം 20% വർദ്ധിച്ചു. അപ്പോൾ നീളം 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിസ്തീർണം എത്രയാണ്? 100 × 100. ഇപ്പോൾ ഓൾറെഡി ഈ ചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇതാണ് ചതുരത്തിൻ്റെ വിസ്തീർണം, അതായത് 10,000 വിസ്തീർണം, ആദ്യത്തെ വിസ്തീർണം. ഇനി ഈ 100നെ എന്താക്കിയിട്ട് മാറ്റി? നീളം എന്താക്കിയിട്ട് മാറ്റി? 20% കൂട്ടി. അപ്പോൾ അത് എത്രയായിട്ട് മാറി? 120 മാറി. അതേപോലെ തന്നെ വീതി എന്താക്കി? 10% വർദ്ധിച്ചു. അപ്പം 100ൻ്റെ 10% എത്രയാണ്? 10. അതിനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 110 കിട്ടും. ഇൻറ്റു 110 ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള വിസ്തീർണം എത്ര കിട്ടി? 1320 എന്ന് കിട്ടി. 1320 എന്ന് കിട്ടി. 13,200 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ 10,000 ആയിരുന്നു, ഇപ്പോൾ എന്താണ്? 13,200 അപ്പോൾ അവിടെയുള്ള വ്യത്യാസം എത്രയാണ്? 3,200ൻ്റെ വ്യത്യാസമാണ്. ഈ 3,200 എന്ന് പറയുന്നത് 10,000ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് 3,200 / 10,000 × 100 ചെയ്യുക. 10,000 ഇതിങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, 32%. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇക്വേഷൻ നിങ്ങൾ മറന്നുപോയാൽ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയും കൂടെ ഓർത്തിരിക്കുക. ആദ്യം എന്താണ് ഇവിടെ നമ്മൾ ഈ ഓരോ ചോദ്യങ്ങളിലൂടെയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 10% വില കൂട്ടിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽപ്പന നടത്തിയാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സാധനമേ ഉള്ളൂ, അതിനെ തന്നെയാണ് കൂട്ടുന്നത്, അതിനെ തന്നെയാണ് ഡിസ്കൗണ്ട് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? +or-a +or-b +or-ab/100 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആദ്യത്തെ കേസിൽ എന്താണ് പറയുന്നത്? ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 10% വില കൂട്ടി. അപ്പോൾ എന്റെ വാല്യൂ എന്താണ്? കൂട്ടുകയാണ്, പോസിറ്റീവാണ്. അപ്പോൾ നമുക്കവിടെ +10 എന്ന് എടുക്കാം. അടുത്ത കേസിൽ പറയുന്നത് എന്താണ്? വില കൂട്ടിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഡിസ്കൗണ്ട് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ -20 എന്നാണ് എടുക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. -20 എന്നാണ് എടുക്കേണ്ടത്. ഇനി നോക്കുക, ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മൈനസ് ആണ്. ഇനി അടുത്ത് എന്താണ് വരേണ്ടത്? 10 × 20 / 100 എന്നാണ് വരിക. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 - 20 എന്താണ്? ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. 10 - 20 എന്ന് പറയുമ്പോൾ എന്താ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടേണ്ടത് എന്താണ്? -10 എന്നാണ് കിട്ടേണ്ടത്. ഇതൊന്നും മാറിപ്പോകരുത്, തെറ്റാൻ പാടില്ല. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഇവിടെ മൈനസ് വരും. 10 × 20 എന്ന് പറയുമ്പോൾ 200 / 100 ചെയ്താൽ നമുക്കിവിടെ 2 എന്ന് കിട്ടും. ആ മൈനസിനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 10 + 2 എന്ന് വരും. ഇത് നമുക്ക് -12 എന്നാണ് കിട്ടുക. നോക്കുക, -12 എന്നാണ് കിട്ടിയത്. നമുക്ക് ഇതുവരെ എല്ലാം കിട്ടിയത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോഴെന്താണ്? -12 എന്നാണ് കിട്ടിയത്. മൈനസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വിലയേക്കാൾ കുറവാണ് സംഭവിക്കുക. അതിനർത്ഥം എന്താണ്? ലാഭമോ നഷ്ടമോ എന്ന് ചോദിച്ചാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ലാഭമോ നഷ്ടമോ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 12% ഒരു നഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 12% നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ അവസാനം നമുക്ക് കിട്ടിയത് മൈനസ് ആണ്. അതിനർത്ഥം നേരത്തെ എന്തായിരുന്നോ വില, ആ വിലയേക്കാൾ കുറഞ്ഞ ഒരു വിലയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ വിൽപ്പന നടത്തിയിരിക്കുന്നത്. അതിനർത്ഥം നഷ്ടമാണ് സംഭവിച്ചത്. എത്ര ശതമാനത്തിൻ്റെ നഷ്ടം? 12% നഷ്ടമാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 100 എടുത്ത് പോകുന്നു. ആദ്യത്തെ കേസിൽ പറയുന്നത് എന്താണ്? 10% വില കൂട്ടി എന്നാണ് പറഞ്ഞത്. 100ൻ്റെ 10% 10ആണ്. അപ്പോൾ 110 ആക്കി മാറ്റിയിരിക്കുന്നു. അടുത്ത കേസിൽ പറയുന്നത് 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ 110ൻ്റെ
10% എന്ന് പറയുമ്പോൾ എത്രയാണ് 11. അപ്പോൾ 20% ഇൻറ്റു 2 ചെയ്താൽ മതി. അതിനർത്ഥം എന്താണ് 22 കുറയ്ക്കണം. ഈ 110 നിന്നാണ് 22 കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 8 വരും. ഇവിടെ നമുക്ക് 10 പോയാൽ 88 കണ്ടില്ലേ. അപ്പോൾ നേരത്തെ 100 ഇപ്പോൾ എത്രയാണ് 88 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എത്രയാണ്? ഈ ഒരു ഡിഫറൻസ് 12. അപ്പോൾ 100ൻ്റെ എത്രയാണ് 12 എന്ന് പറയുമ്പോൾ 12%. അപ്പോൾ 12% നഷ്ടമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വട്ടം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ 100 എന്ന് പറയുന്ന സംഖ്യ എടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ 100 വെച്ച് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ഇക്വേഷനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 വെച്ച് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ അടുത്തൊരു ചോദ്യം നോക്കാം. 25,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പിന്റെ വില ആദ്യം 10% കുറച്ച ശേഷം 20% കൂട്ടുന്നുവെങ്കിൽ ലാപ്ടോപ്പിന്റെ ഇപ്പോഴത്തെ വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ലാപ്ടോപ്പിന്റെ വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഈ മാക്സ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഉത്തരത്തിലേക്ക് ചെയ്യാനായിട്ട് പറ്റും, അതായത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ആ പല രീതിയിൽ എങ്ങനെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്ത നമ്മളെ സാധാരണ ഇക്വേഷൻ വെച്ചിട്ട് എത്ര ശതമാനത്തിലുള്ള വ്യത്യാസം വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച ഇക്വേഷനെ +or-a +or-b +or-ab ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നോക്കാം. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ആദ്യം എന്താണ് 10% കുറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ -a വരും. അടുത്ത കേസിൽ പറയുന്നത് 20% കൂട്ടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് +20 എന്നാണ് വരിക. പ്ലസും മൈനസും ആണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം എഴുതിയത് സാധാരണ രീതിയിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം എന്റെ വില കൊടുത്തില്ല. എന്റെ വില എന്താണ് 10% കുറച്ചു, അപ്പോൾ -10. പിന്നെ അടുത്ത എന്താണ് 20% കൂട്ടി, അപ്പോൾ +20 എന്ന് വരും. അടുത്ത കേസിലേക്ക് വരുമ്പോൾ മൈനസും പ്ലസുമാണ്. അപ്പോൾ ഇവിടെ മൈനസാണ് വരേണ്ടത്. അപ്പോൾ 20 × 10 ഡിവൈഡ് ബൈ 100 എന്നാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ -10 + 20 ആണ്. അപ്പോൾ -10 + 20 എന്ന് പറയുമ്പോൾ കൂട്ടുകയാണെങ്കിൽ എന്താണ് വലുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 10 എന്ന് വരും. ഇവിടുത്തെ കേസിൽ -200 ഡിവൈഡ് ബൈ 100 ചെയ്താൽ 2 വരും. അതായത് 8%. 8% വർധനമാണ് സംഭവിക്കുന്നത്. പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. 8% വർധനവ്. ആ 8% എന്തിൻ്റെ 8%? ഈ പറയുന്ന 25,000ൻ്റെ 8%. അപ്പോൾ 25,000 നമ്മുടെ കൈവശമുണ്ടല്ലോ. 25,000 നമ്മുടെ കൈവശമുണ്ട്. അതിൻ്റെ 10% ഞാൻ പറഞ്ഞിരുന്നു. ഇതാ അവസാനത്തെ 0 പിറകിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി. 1% എന്ന് പറയുന്നത് വീണ്ടും ഒന്ന് മുന്നോട്ടിട്ടിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. അതായത് 250. 8%ൻ്റെ എന്തെന്നാ പറയുന്നത്? വർധനം എന്നാണ് പറയുന്നത്. അപ്പോൾ 250 × 8 നമുക്കിവിടെ 200 2000 കൂട്ടണം. എന്തിനോട് 2000 കൂട്ടണം? ഈ 25,000തോട് 2000 കൂട്ടണം. 25,000തോട് 2000 കൂട്ടണം. അപ്പോൾ 27,000 എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ഈ 25,000 എടുത്തു ഇൻറ്റു ആദ്യം എന്താണ് പറയുന്നത്? 10% കുറച്ച ശേഷം എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? 25,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പിന്റെ വില ആദ്യം 10% കുറച്ചു. 10% കുറച്ചു എന്ന് പറയുമ്പോൾ 100ന്റെ 10%. അതായത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്ത് വരും? 90. 90/100 എന്ന് വരും. ഇനി എന്താ അടുത്ത് പറയുന്നത്? 20% കൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്തു? 120/100 ചെയ്തു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. അതായത് ഈ 2 0 പോയി, പിന്നെ ഈ 0 ഈ 0 ഈ 0 ഈ 0 വെട്ടിപ്പോയി. പിന്നെ നമ്മൾ 25 × 90 × 12 ചെയ്യണം. 25 × 90 × 12. അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 27,000 എന്ന് തന്നെയാണ് കിട്ടുക. 27,000 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 25,000 × 90/100 × 120/100 എന്ന ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ 100 എടുത്തു. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു 100 എടുത്തു, 10% കുറച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 90 മാറി. അതിനുശേഷം പറഞ്ഞ് 20% കൂട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 90ന്റെ 20% എന്ന് പറയുമ്പോൾ 18 ആണ്. അപ്പോൾ 108. അപ്പോൾ 100 ആണെങ്കിൽ എത്രയാണ്? 108 ആണ്. യഥാർത്ഥത്തിൽ ഇവിടെ എത്രയാണ്? 25,000 ആണ്. 25,000 ആണെങ്കിൽ എത്ര എന്നാണ്? അപ്പം 108 × 25,000 ഡിവൈഡഡ് ബൈ 100 എന്നാണ് വരിക. 108 × 25,000 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27,000 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്
എന്താണ് ഈ പറയുന്ന 8% കണ്ടെത്തിയിട്ട് ആ 8% ഈ പറയുന്ന 25,000 കൂട്ടിക്കഴിഞ്ഞാൽ 27,000 കിട്ടും. അല്ലാത്ത രീതി എന്ന് പറയുന്നത് ഇതാണ്, നേരിട്ട് നമ്മൾ ചെയ്യുന്ന രീതി. ഈ ഒരു രീതി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഈ ഒരു രീതിയാണ്. അതായത് 25,000 ഇൻറ്റു ആദ്യം പറഞ്ഞത് 10% കുറവ്, അപ്പോൾ 90/100, പിന്നെ 20% കൂടി, അപ്പോൾ 120/100. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ അതിൻ്റെ വില നമുക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ 100 എടുത്ത് പോയിട്ട് ഇവിടെ 108 എന്ന് കണ്ടു, അപ്പോൾ 100 ആണെങ്കിൽ 108 ആണ്, അപ്പോൾ 25,000 ആണെങ്കിലോ എന്നത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പോൾ മാത്സ് നമുക്ക് പല രീതിയിലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ OMR ഷീറ്റിലെ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നതാണ്. ഏതെങ്കിലും ഒന്നല്ല, കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. നമ്മൾ അടുത്തൊരു ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത്, ഒരു കോളേജിൽ 60% കുട്ടികൾ പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 360 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് വേറൊരു ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് അവസാനിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് PSC ഈ അടുത്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. ഒരു കോളേജിൽ 60% കുട്ടികൾ പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 360 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? നമുക്കറിയാം ശതമാനം എന്ന് പറയുന്നത് 100% അല്ലേ. ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളും എന്ന് പറയുന്നത് 100% അല്ലേ, 100%. ആ 100%ത്തിൽ 60% എന്ന് പറയുന്നത്, ആ 100%ത്തിൽ 60% എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളാണ് എന്ന് നമ്മുടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് എന്താണ്? ആൺകുട്ടികളുടെ എണ്ണമാണ് 360 എന്ന് തന്നിരിക്കുന്നത്. 60% പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 40% എന്ന് പറയുന്നത് ആൺകുട്ടികളാണ് എന്ന് നമുക്കറിയാം. ആൺകുട്ടികളാണ് എന്ന് നമുക്കറിയാം. ആ 40% എത്രയാണെന്ന് ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 360 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 40% എന്ത്? 40% എന്തെന്ന് പറയുന്നത് 360. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 1% എന്ന് പറയുന്നത് 360 ÷ 40 ആയിരിക്കും. നമുക്കിത് എത്ര എന്ന് കിട്ടും? 90 എന്ന് കിട്ടും. നമുക്കിത് എത്ര എന്ന് കിട്ടും? 1% എന്ന് പറയുന്നത് 9 എന്ന് കിട്ടും. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും അല്ലേ. ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. 1%. പെൺകുട്ടികൾ എത്ര? 60%. പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ വേണം. 1% 9 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 60% എന്ന് പറഞ്ഞാൽ 60 × 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 540, 540 എന്ന് നമുക്ക് കിട്ടും. എത്രയാണെന്ന് കിട്ടും? 540 എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഇനി ടോട്ടൽ കുട്ടികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിലോ, നമുക്കിപ്പോൾ ഈ 9ന്റെ 60നെ മൾട്ടിപ്ലൈ ചെയ്തതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 900 എന്ന് കിട്ടും. എത്രയാണെന്ന് കിട്ടും? 900 എന്ന് കിട്ടും. ഇനി ഇതേ ചോദ്യം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാലോ? വ്യത്യാസം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 60 40 തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയാണ്? ശതമാനത്തിലെ വ്യത്യാസം 20%. 1% 9 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. ഈ ഒരു രീതിയിലാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്. സിമ്പിളാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 100% എന്നാണ് പറഞ്ഞത്. 100%ത്തിൽ നമ്മുടെ ചോദ്യത്തിൽ 60% പെൺകുട്ടികളെന്നും ബാക്കി നമ്മൾ കണക്കാക്കി 40% ആൺകുട്ടികൾ. ആ 40%ത്തിൽ ആൺകുട്ടികളുടെ എണ്ണം 360. അപ്പം നമ്മൾ പറഞ്ഞു 40%ആണ് 360. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് 360 ÷ 40 ചെയ്താൽ 9 എന്ന് കിട്ടും. പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ 9 × 60 ചെയ്താൽ മതി. നമുക്കപ്പോൾ 540 എന്ന് വരും. അതായത് പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് 540 കിട്ടി. അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഇനി ടോട്ടലാണ് നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ, ആ ഒരു സ്കൂളിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതെങ്കിൽ ഈ 60ന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് 900 എന്ന് കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചിരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഗുണിക്കൊന്നും ചെയ്യാതെ ഈ 60ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ശതമാനത്തിലുള്ള ഡിഫറൻസ് എടുക്കുക. ശതമാനത്തിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 20%. ഓൾറെഡി 1% നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 180 എന്ന് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്, 2 പേർ മത്സരിച്ച ഒരു കോളേജ് ഇലക്ഷനിൽ 62% വോട്ടുകൾ ലഭിച്ചാൽ 144 വോട്ടുകൾക്ക് വിജയിച്ചു എങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നോക്കി, 2 പേർ മത്സരിച്ച ഒരു കോളേജ് ഇലക്ഷനാണ്. 62% വോട്ടുകൾ ലഭിച്ചയാൾ എന്ത് ചെയ്തു? 144 വോട്ടുകൾക്ക് വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര എടുക്കാം? ഇവിടെ വോട്ടുകളൊന്നും തന്നെ അസാധുവായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 100% എടുക്കാം. ആ 100% വോട്ടിൽ 62% വോട്ടുകൾ ലഭിച്ചയാളാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ 62% വോട്ട് ലഭിച്ചയാൾ വിജയിച്ചിരിക്കുന്നു.
അതേപോലെ തന്നെ അവശേഷിക്കുന്ന എത്ര ഉണ്ടായിരിക്കും? അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് 38% അല്ലേ? 62 38 കൂട്ടുമ്പോഴാണ് 100 നമുക്ക് ലഭിക്കുക. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? 62% വോട്ടുകൾ ലഭിച്ചാൽ 144 വോട്ടുകൾക്ക് വിജയിച്ചു എങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്നാണ്. അപ്പോൾ നമ്മൾ കിട്ടേണ്ട എന്താണ്? ഈ ശതമാനത്തിലുള്ള വ്യത്യാസമാണ് 144 എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് 62% ജയിച്ച ആൾക്ക് കിട്ടിയത്, 38% തോറ്റയാൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശതമാന വ്യത്യാസം എന്ന് പറയുന്നത് 62 38 കൂടെ കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് 2, അതായത് 24% എന്നതാണ് നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഈ 144 എന്ന് പറയുന്നത്. നമ്മുടെ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 144 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 144. അപ്പോൾ 1% എത്രയായിരിക്കും? 24 ചെയ്താൽ മതി. 12 വെച്ച് പോകുമ്പോൾ ഇവിടെ 12 വട്ടം, ഇവിടെ 2 വട്ടം, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 6. 1% എന്ന് പറയുന്നത് എന്താണ്? 6 ആണെന്ന് നമുക്ക് കിട്ടി. 1% എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? 6 ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ എന്താ ചെയ്തത്? എങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ടോട്ടൽ എത്രയാണ്? 100 ആണ്. 6 × 100 ചെയ്യുമ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. 600 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ആ ഡിഫറൻസ് എടുത്തില്ലേ, ആൺ പെൺ വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിച്ചില്ലേ, ആ രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ്. ആദ്യം നമ്മൾ 100% ടോട്ടൽ അവിടെയുള്ള ആ ഒരു വോട്ട് ചെയ്തവരുടെ എണ്ണം എന്ന് എടുത്തു. ജയിച്ച ആൾക്ക് 62% എന്ന് ചോദ്യത്തിൽ തന്നു. അവശേഷിക്കുന്ന 38% നമ്മുടെ തോറ്റ ആൾക്കാണ്. ഈ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 144 വോട്ടുകൾക്കാണ് ജയിച്ചത് എന്നാണ് പറഞ്ഞത്. അതായത് തോറ്റയാളും ജയിച്ചയാളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 144 വോട്ടിൻ്റെതാണ്. അതായത് ഈ ഒരു ശതമാന ഡിഫറൻസ് എന്ന് പറയുന്നത് 24. ആ 24% 144. അപ്പോൾ 1% എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. 144/24 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. 1% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ടോട്ടൽ വോട്ടാണ്. 100% കണ്ടെത്തിയാൽ മതി. 6 × 100 നമുക്ക് എന്ത് കിട്ടി? 600 എന്ന് കിട്ടി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇനി കുറച്ച് ടൈപ്പും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു 5 ടൈപ്പുകൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടൈപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.